ഗാസയിൽ അടക്കം രക്തരൂക്ഷിതമായ സംഘർഷങ്ങൾ തുടരുന്ന ഇസ്രയേലിനും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും എതിരെ അന്താരാഷ്ട്ര സമൂഹത്തിൽ അതിശക്തമായ എതിർപ്പ് വളർന്നുവരാൻ തുടങ്ങിയിരിക്കുകയാണ്. കാനഡയാണ് ഇപ്പോൾ നെതന്യാഹുവിനെ വിലക്കേർപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ ഏറ്റവും ഒടുവിൽ രംഗത്തെത്തിയത്. കനേഡിയൻ മണ്ണിൽ കാലുകുത്തിയാൽ നെതന്യാഹു അറസ്റ്റ് വരിക്കേണ്ടി വരുമെന്നാണ് കാനഡ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് ഡെമോക്ലീസിന്റെ വാൾ പോലെ ഒരു വർഷമായി നെതന്യാഹുവിന്റെ തലയ്ക്കു മുകളിൽ തൂങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട്. ഇതിനിടെ യൂറോപ്പും നെതന്യാഹുവിനെതിരെ അറസ്റ്റ് ഭീഷണി മുഴക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ നെതന്യാഹു ഇപ്പോൾ യൂറോപ്യൻ വ്യോമാതിർത്തി പോലും കടക്കാറില്ല. വളഞ്ഞു പൊളഞ്ഞാണ് തന്റെ അന്താരാഷ്ട്ര യാത്രകൾ പോലും നടത്തുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും നെതന്യാഹുവിനെതിരെ അറസ്റ്റ് ഭീഷണി മുഴക്കുന്നത്. കാനഡയുടെ മണ്ണിൽ കാലുകുത്തിയാൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്ത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വാറന്റ് നടപ്പാക്കുമെന്നാണ് മാർക്ക് കാർണിയുടെ മുന്നറിയിപ്പ്. ബ്ലൂംബർഗ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു കാർണിയുടെ പ്രഖ്യാപനം. ICC അംഗരാജ്യം എന്ന നിലയ്ക്ക് കോടതി തീരുമാനങ്ങളോട് നിയമപരമായി സഹകരിക്കാൻ കാനഡയ്ക്ക് ബാധ്യതയുണ്ട് എന്നാണ് കാർണിയുടെ നിലപാട്. സഖ്യകക്ഷിയായ ഒരു പാശ്ചാത്യ രാഷ്ട്രം തന്നെ നെതന്യാഹുവിനെതിരായ അറസ്റ്റ് വാറന്റ് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത് ഇതാദ്യമാണ്. മുൻപ് യൂറോപ്പ്, UK തുടങ്ങിയ പാശ്ചാത്യ രാഷ്ട്രങ്ങളെല്ലാം നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് നടപ്പിലാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ തന്റെ മുൻഗാമി ജസ്റ്റിൻ ട്രൂഡോയുടെ നിലപാട് തന്നെ ആവർത്തിക്കുകയാണ് കാർണിയും. ഗാസ സംഘർഷം, മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിൽ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് ജസ്റ്റിൻ ട്രൂഡോ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ട്രൂഡോയുടെ ഈ പ്രതിജ്ഞ പാലിക്കുമോ എന്ന ചോദ്യത്തിന് അതെ എന്നായിരുന്നു കാർണിയുടെ ഉത്തരം. കാർണിയുടെ പ്രഖ്യാപനം അന്താരാഷ്ട്ര തലത്തിൽ ഏറെ ചർച്ചയായിട്ടുണ്ട്. മനുഷ്യാവകാശ സംഘടനകളും അറബ് രാഷ്ട്രങ്ങളും കാർണിയെ പ്രശംസിച്ച് രംഗത്തെത്തി. സഖ്യകക്ഷിയായി ഇരുന്നുകൊണ്ട് തന്നെ മനുഷ്യത്വത്തിനൊപ്പം നിൽക്കാനുള്ള കാർണിയുടെ തീരുമാനത്തെ അറബ് രാഷ്ട്രങ്ങൾ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഗാസ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ICCയുടെ നടപടികൾക്ക് കാനഡ നൽകുന്ന പിന്തുണയായും ഈ നിലപാട് വിലയിരുത്തപ്പെടുന്നുണ്ട്. മുൻപ് പലസ്തീന്റെ സ്വതന്ത്ര രാഷ്ട്ര പദവിയും കാനഡ അംഗീകരിച്ചതാണ്. കാനഡയുടെ പ്രഖ്യാപനം ഇസ്രയേലിനെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. കാർണിയുടെ നിലപാട് കാനഡയുമായുള്ള തങ്ങളുടെ ബന്ധം വഷളാക്കുമെന്ന് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകി. മുൻപ് പലസ്തീൻ വിഷയത്തിൽ UN-ലടക്കം കാനഡ സ്വീകരിച്ച നിലപാടുകളും ഇസ്രയേലിനെ അതൃപ്തരാക്കിയിട്ടുണ്ട്. പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്ന നിലപാട് കാനഡ സ്വീകരിച്ചിരുന്നു. ഇതും ഇസ്രയേൽ കാനഡ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ട്. മുൻപ് ഫ്രാൻസ്, സ്പെയിൻ, അയർലൻഡ്, UK തുടങ്ങിയ രാഷ്ട്രങ്ങളും ICC പുറപ്പെടുവിച്ച അറസ്റ്റ് വാറണ്ടിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളുടെ രാജ്യാതിർത്തിക്കുള്ളിലും നെതന്യാഹുവിന് പ്രവേശനമില്ല. രാജ്യാതിർത്തിക്കുള്ളിൽ പ്രവേശിച്ചാൽ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് ചില യൂറോപ്യൻ രാജ്യങ്ങളുടെ മുന്നറിയിപ്പ് നിലവിലുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുകളിലൂടെ പറന്നാൽ വിമാനം നിലത്തിറക്കേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പക്ഷേ അങ്ങനെ അടിയന്തര ലാൻഡിംഗ് ചെയ്യിക്കാൻ മറ്റൊരു രാജ്യത്തെ സൈന്യത്തിന് അധികാരമുണ്ടോ എന്നത് സംബന്ധിച്ചൊക്കെ ഇപ്പോഴും വിയോജിപ്പ് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ വ്യോമാതിർത്തി കടക്കാൻ നെതന്യാഹു ഭയപ്പെടുന്നുണ്ട് എന്നത് നേരാണ്. അതിന്റെ തെളിവാണ് കഴിഞ്ഞ മാസം UN പൊതുസഭയിൽ പങ്കെടുക്കാനുള്ള അമേരിക്കയിലേക്കുള്ള യാത്രയ്ക്ക് വളഞ്ഞു പൊളഞ്ഞുള്ള വ്യോമപാത നെതന്യാഹു തെരഞ്ഞെടുത്തത്. അന്ന് ഗ്രീസിന്റെയും ഇറ്റലിയുടെയും വ്യോമാതിർത്തി മാത്രമാണ് നെതന്യാഹു സ്പർശിച്ചത്. ഫ്രഞ്ച്, സ്പാനിഷ് വ്യോമപാതകൾ ഉപേക്ഷിച്ച് ദക്ഷിണ ഭാഗത്തേക്ക് തിരിഞ്ഞ് ജിബ്രാൾട്ടർ കടലിടുക്കും അറ്റ്ലാന്റിക് കടലിടുക്കും കടന്നായിരുന്നു യാത്ര. 2024 നവംബർ 21 ഗാസയിലെ യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരെ ഹേഗ് ആസ്ഥാനമായ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. ഇസ്രായേൽ നേതാക്കൾ ഗാസക്കാർക്കെതിരെ പട്ടിണി പോലും ആയുധമാക്കി മനുഷ്യത്വരഹിതമായ കുറ്റകൃത്യങ്ങൾ ചെയ്തുവെന്ന് ഉത്തരവിൽ ആരോപിക്കുന്നുണ്ട്. സ്ത്രീകളെയും കുട്ടികളെയും അടക്കം കൂട്ടക്കൊല നടത്തുകയും ജനങ്ങളെ പട്ടിണിക്കിടുകയും ആശുപത്രികളടക്കം തകർക്കുകയും ചെയ്യുന്നുവെന്നും ICC ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു. ഈ വാറന്റുകൾ അനുസരിച്ച് 124 രാജ്യങ്ങൾക്ക് നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള ബാധ്യതയുണ്ട്. കാനഡയടക്കമുള്ള രാജ്യങ്ങൾ ICC വാറന്റ് നടപ്പാക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു.